how can I say that the BJP is supporting your chief minister? ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ബിജെപിക്ക് ഈ മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് പിന്തുണയ്ക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. I'll give you two proofs for this. അതിന് രണ്ട് തെളിവുകളുണ്ട്. ബിജെപി മുഖ്യമന്ത്രിയെ സഹായിക്കുന്നതിന് വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുൻപിലുണ്ട്. The first is, wherever the prime minister goes, he talks about temples, he talks about religion, he talks about God. എവിടെയൊക്കെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്നുണ്ടോ അവിടെയൊക്കെ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പങ്കാളിത്തമുണ്ട്. അവരെല്ലാം പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നവരാണ്. But when he comes to Kerala, he does not raise the issue of Sabrimala temple. പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആ വിഷയം പ്രധാനമന്ത്രി സംസാരിക്കുന്നേയില്ല. CPM leaders stole gold from Sabrimala temple, replaced it with brass. No action has been taken against them. And the so-called defender of Hinduism comes to Kerala and says nothing about Sabrimala. CPM നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണം കട്ടെടുത്തു, അവരെ കേസിൽ കുടുങ്ങി. എന്നാൽ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ അവർക്കെതിരായി കമ എന്ന രാഷ്ട്രം മിണ്ടുന്നില്ല. ശബരിമല എന്ന വാക്ക് തന്നെ അവരെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, ഉപയോഗിക്കുന്നില്ല. Because he wants the left front to win the election in Kerala. പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം കേരളത്തിൽ ജയിക്കണമെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ശബരിമല എന്ന വാക്ക് ഉച്ചരിക്കാൻ മടിക്കുന്നത്. The second proof, whoever attacks the BJP, the RSS, whoever stands in front of them, opposes them, is brutally attacked. ആരൊക്കെ ബിജെപി എതിർക്കുന്നോ RSSനെ എതിർക്കുന്നോ അവരെ എതിർക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ തുനിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാണ് അവരെ പ്രാധാന്യം നൽകുന്നത്. I have 36 cases against me. My house was taken away. My membership of Lok Sabha was taken away. I was interrogated for 55 hours by the ED. എനിക്ക് 36 കേസുകൾ എനിക്കെതിരെയുണ്ട്. എന്റെ പാർലമെന്റ് അംഗത്വം അവർ റദ്ദ് ചെയ്തു. എന്നെ വീട്ടിൽ നിന്ന് അവർ ഒഴിവാക്കി. ഇപ്പോൾ ഇതാ 50-ലേറെ കേസുകൾ എനിക്കെതിരെയുണ്ട്. എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടി എനിക്കെതിരായി ബിജെപിയോടൊപ്പം സഖ്യം ചേരുകയാണ്. അവരെന്നെയാണ് ആക്രമിക്കുന്നത്, എനിക്കെതിരെയാണ് അവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. If the chief minister of Kerala is really standing against the BJP, then explain to me why there is no action taken on his corruption cases. Explain to me how his children are not interrogated. Explain to me how he is not attacked. മുഖ്യമന്ത്രി ബിജെപി എതിർക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ബിജെപി മുഖ്യമന്ത്രിയുടെ മക്കൾക്കെതിരെയുള്ള കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണ കേസുകളിൽ അദ്ദേഹത്തെ രക്ഷിക്കുന്നത്? എന്തിനാണ് ലാവലിൻ കേസ് പലവട്ടം നീട്ടിക്കൊണ്ടുപോകുന്നത്? മുഖ്യമന്ത്രി കൊടുക്കുന്ന കേസുകളിൽ കേന്ദ്ര ഗവൺമെന്റ് മുഖ്യമന്ത്രിയെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. അത് പരസ്യ ബന്ധത്തിന്റെ തെളിവാണ്. The reason is that the BJP wants CPM to be in power over here, because they know they can control the CPM. They know that they cannot control the UDF and the Congress. ബിജെപിക്ക് കേരളത്തിൽ CPM-ന്റെ ഭരണം തുടരാനാണ് താല്പര്യം. കാരണം എന്താണ്? അവർക്ക് CPM-നെ നിയന്ത്രിക്കാൻ സാധിക്കും. അവർക്കറിയാം അവർക്കൊരിക്കലും കോൺഗ്രസിനെയോ UDF-നെയോ നിയന്ത്രിക്കാൻ ബിജെപിക്ക് കഴിയില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. And Modi knows that only the Congress can challenge him across the nation. The CPM can never challenge Narendra Modi across the nation. മോഡിക്ക് നന്നായി അറിയാം കോൺഗ്രസിന് മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയെ എതിർക്കാൻ, മതേതരത്വത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ്. CPM-ന് അതിന് കഴിയില്ല എന്ന് നരേന്ദ്രമോദിക്ക് നന്നായിട്ട് അറിയാം.